വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ചും രക്ഷകർത്താക്കളുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്തുകൊണ്ടും ചില അന്യ സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ കേരളത്തിലെ പല കേന്ദ്രങ്ങളിൽ വെച്ചും നടത്തി വരുന്നുണ്ട്. ഇതിൽ കുട്ടികളെ ആകൃഷ്ടരാക്കുന്ന ഒരു പ്രധാന ഘടകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിച്ചാൽ ഇവർക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണെന്നുള്ള വാഗ്ദാനമാണ്. ഒരു മെഡിക്കൽ കോഴ്സിന് കിട്ടേണ്ട യാതൊരു വിധത്തിലുള്ള ട്രെയിനിങ്ങും ഇവർക്ക് കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെ ഇവർ അഡ്മിഷൻ കൊടുത്ത് തിരഞ്ഞെടുക്കുന്ന കുട്ടികളെ ഒന്നാം വർഷം തന്നെ കേരളത്തിലെ പല ആശുപത്രികളിലും ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന പേരിൽ ജോലിക്കിടുകയാണ്. പ്രമുഖ ആശുപത്രികളുടെയും കോളേജുകളുടെയും പേരിലാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ചിലത് നടന്നു വരുന്നത്. നമസ്കാരം. സംസ്ഥാന സർക്കാരിൻ്റെയോ ആരോഗ്യ സർവകലാശാലയുടെയോ അനുമതി ഇല്ലാതെ നമ്മുടെ സംസ്ഥാനത്ത് നിരവധി യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകൾ നടക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അതായത് ട്യൂഷൻ സെൻ്ററുകൾ പോലെയാണ് ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ നഴ്സിംഗ് കോഴ്സ് ഉൾപ്പെടെ ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇത് വലിയ പ്രത്യാഘാതം, അതായത് ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ ഇത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും എന്നുള്ള വാദമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചെക്ക് എന്ന സംഘടന പ്രധാനമന്ത്രിക്കും അതുകൂടാതെ മുഖ്യമന്ത്രി വി.ഡി. സതീശനും നിലവിലിപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. അവർ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ കുറേ കാലമായി ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന അല്ലെ ഉപരിപഠനം തിരഞ്ഞെടുക്കുന്ന വഴിയാണ് ആരോഗ്യ മേഖലയിലെ കോഴ്സുകൾ. പ്രധാനമായിട്ടും നഴ്സിംഗ്, പാരാമെഡിക്കൽ, അലൈഡ് ഹെൽത്ത് സയൻസ് വിഭാഗത്തിൽപ്പെടുന്ന കോഴ്സുകൾ. ഈ അവസരം കണക്കാക്കിക്കൊണ്ട് ചില കേന്ദ്രങ്ങൾ, ചില മാഫിയ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ചും രക്ഷകർത്താക്കളുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്തുകൊണ്ടും ചില അന്യ സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ കേരളത്തിലെ പല കേന്ദ്രങ്ങളിൽ വെച്ചും നടത്തി വരുന്നുണ്ട്. അത് നമ്മുടെ പൊതു ആരോഗ്യസ്ഥിതിയെയും നമ്മുടെ ആരോഗ്യ മേഖലയെയും വിദ്യാർത്ഥികളുടെ ഭാവിയെയും ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെ പറയാൻ കാരണം, ഇവർ പഠിക്കുന്ന കോഴ്സുകൾ BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ്, റെസ്പിറേറ്ററി തെറാപ്പി, പെർഫ്യൂഷൻ, ഇത്തരത്തിലുള്ള മെഡിക്കൽ അനുബന്ധ കോഴ്സുകളാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കുണ്ടാകേണ്ട സ്കില്ല്. ഡോക്ടർമാർക്കൊപ്പം ചേർന്ന് നിന്ന് രോഗികളെ ചികിത്സിക്കേണ്ടയും ചികിത്സാ സഹായങ്ങൾ നൽകേണ്ടയും ഉള്ള പ്രൊഫഷണലുകളാണ് ഇവർ. ഇത്തരത്തിലുള്ള ജോലി ചെയ്യേണ്ട കുട്ടികളെയാണ് ഒരു ട്യൂഷൻ സെൻ്ററുകളുടെ പോലും നിലവാരമില്ലാത്ത സ്ഥാപനങ്ങളിൽ, നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മനസ്സിലാകും, കേരളത്തിൽ ഒരു 25ഓളം വരുന്ന സ്ഥാപനങ്ങളുടെ തെളിവുകൾ ഞങ്ങളുടെ സംഘടനയിലെ വിവിധ മേഖലയിലുള്ള പ്രതിനിധികൾ സ്വരൂപിച്ച് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വ്യാപകമായിട്ട് കഴിഞ്ഞ 3-4 വർഷമായിട്ട് കേരളത്തിലെ പല കോണുകളിലും നടത്തി വരുന്നുണ്ട്. ഇതിൽ കുട്ടികളെ ആകൃഷ്ടരാക്കുന്ന ഒരു പ്രധാന ഘടകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിച്ചാൽ ഇവർക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണെന്നുള്ള വാഗ്ദാനമാണ്. വാഗ്ദാനമല്ല, ചില വളഞ്ഞ വഴിയിലൂടെ ഇത്തരം സ്ഥാപനങ്ങൾ അത് സാധിച്ചു കൊടുക്കുന്നുമുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം, കർണാടക സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി. ആ സ്റ്റേറ്റിൽ ഫില്ലാകാതെ കിടക്കുന്ന സ്ഥാപനങ്ങളിലെ സീറ്റുകളിൽ കുട്ടികളെ അവിടെ രജിസ്റ്റർ ചെയ്യുകയും ഇവിടെ ഇരുത്തി പഠിപ്പിക്കുകയും ചെയ്യുന്നു. പരീക്ഷ എഴുതേണ്ട സമയത്ത് ഈ കുട്ടികളെ അവിടെ എത്തിക്കുന്നു. അപ്പോൾ ഒരു മെഡിക്കൽ കോഴ്സിന് കിട്ടേണ്ട യാതൊരു വിധത്തിലുള്ള ട്രെയിനിങ്ങും ഇവർക്ക് കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെ ഇവർ അഡ്മിഷൻ കൊടുത്ത് തിരഞ്ഞെടുക്കുന്ന കുട്ടികളെ ഒന്നാം വർഷം തന്നെ കേരളത്തിലെ പല ആശുപത്രികളിലും ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന പേരിൽ ജോലിക്കിടുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കണം, നമ്മുടെ ആശുപത്രികളിൽ ചെല്ലുന്ന ഒരു രോഗിയുടെ അവസ്ഥ. പലപ്പോഴും പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ആരോഗ്യ മേഖലയിലെ മെഡിക്കൽ അനാസ്ഥകളെ പറ്റി. ഡോക്ടർമാരുടെ തലയിലാണ് എപ്പോഴും അത് അവസാനമായി ചെന്നെത്തുന്നതും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സീരിയസ് ഇഷ്യൂ, ഡോക്ടർമാർക്കിടവും വലവും നിന്ന് സപ്പോർട്ട് ചെയ്യേണ്ട പാരാമെഡിക്കൽ സ്റ്റാഫിന് വേണ്ടത്ര പരിചയമുണ്ടോ, അല്ലെങ്കിൽ ആരാണ് ഈ പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ യൂണിഫോം ഇട്ട് നമ്മുടെ കേരളത്തിലെ ആശുപത്രികളിൽ നിൽക്കുന്നതെന്ന് ഗൗരവമായിട്ട് നമ്മൾ അന്വേഷിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു ഘടകമാണ്. വ്യക്തമായ ബോധ്യം
ഈ വിഷയത്തിൽ ലഭിച്ചതുകൊണ്ടാണ് ചെക്ക് എന്ന ഞങ്ങളുടെ സംഘടന ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇത് പ്രധാനമന്ത്രി മുതൽ കേരള മുഖ്യമന്ത്രി, ആരോഗ്യ സർവകലാശാല, അത് കേരളത്തിലെയും കർണാടകയിലും വൈസ് ചാൻസലർമാർ, രജിസ്ട്രാർമാർ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ആരോഗ്യമന്ത്രി, ഇവർക്കെല്ലാവർക്കും പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇതിൽ ദ്രുതഗതിയിലുള്ള ഒരു ഇടപെടൽ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. കാരണം ഇപ്പോൾ കുട്ടികൾ +2ൻ്റെ റിസൾട്ടൊക്കെ കഴിഞ്ഞ് അഡ്മിഷൻ, ഉപരിപഠനം കാത്തിരിക്കുന്ന ഒരു സമയമാണ്. കേരളത്തിൽ പഠിക്കാം എന്ന വ്യാജ ഉറപ്പ് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അതിനൊരു വളഞ്ഞ വഴി സമ്മാനിച്ചുകൊണ്ട് കുട്ടികളെ കെണിയിലാക്കുന്ന ഒരു രീതി പല സ്ഥലങ്ങളിലും നടന്നു വരുന്നുണ്ട്. നിർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിലെ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളുടെ പേര് അവരുടെ അറിവോടുകൂടിയാണോ അല്ലാതെയാണോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. പ്രമുഖ ആശുപത്രികളുടെയും കോളേജുകളുടെയും പേരിലാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ചിലത് നടന്നു വരുന്നത്. ഇത് ഈ ഒരു ആരോഗ്യ പ്രശ്നവും അല്ലെ വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിക്കുന്ന മാത്രം ഒരു വിഷയമല്ല. ഇത്തരത്തിൽ വളഞ്ഞ വഴിയിൽ കുറച്ച് പേര് ഡിഗ്രി സമ്പാദിച്ച് ഉദ്യോഗാർത്ഥികളായി ഈ മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ +2ന് നല്ല ഉയർന്ന മാർക്ക് നേടി 4 വർഷം അല്ലെങ്കിൽ 5 വർഷം കോളേജിൽ പഠിച്ച് അവൻ്റെ പ്രാക്ടീസ് നേടി എത്തി വരുന്ന നല്ല നൈപുണ്യമുള്ള നമ്മുടെ കുട്ടികളെയാണ് തൊഴിൽ മേഖലയ്ക്ക് വേണ്ടാതാകുന്നത്. കാരണം ഇത്തരത്തിൽ വരുന്നവർ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ തയ്യാറാകുന്നുണ്ട്. പ്രൈവറ്റ് ലാബുകളിൽ 5000 അല്ലെങ്കിൽ 6000 രൂപ വേതനത്തിൽ ഇവർ ജോലി ചെയ്യാൻ തയ്യാറാകുമ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡിഗ്രി സമ്പാദിച്ച് കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലെ ആ യൂണിവേഴ്സിറ്റികളിലാണല്ലോ അവിടെ പോയി റെഗുലറായിട്ട് പഠിച്ച് ക്ലിനിക്കൽ പ്രാക്ടീസും സംഘടിപ്പിച്ച് പരിചയസമ്പന്നരായി എത്തുന്ന വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കോ വേണ്ടത്ര പരിഗണന കിട്ടാതാകുന്നു. നമ്മളെല്ലാവരും കാണുന്നതാണ് നഴ്സുമാരുടെ ശമ്പളം ഒന്ന് വർദ്ധിപ്പിച്ച് കിട്ടാൻ വേണ്ടി അവർ അഹോരാത്രം ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ മാസങ്ങളോളം സമരമെടുത്തത്. ഇപ്പോഴും പല ആശുപത്രികളും അത് നൽകാൻ തയ്യാറാകുന്നില്ല. അതിനുള്ള പ്രധാന കാരണം ഇത്തരത്തിലുള്ള കുട്ടികളെ ഇവർക്ക് ജോലിക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു നേഴ്സിനെ, പ്രാക്ടീസ് ഉള്ള ഒരു നേഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അർഹിക്കുന്ന ശമ്പളം നൽകണം. ഇത്തരത്തിലുള്ള കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ട് അവരവരുടെ കാര്യം സാധിച്ചു പോവുകയാണ്. അപ്പോൾ ഇത് ആരോഗ്യ മേഖലയെ ബാധിക്കുന്നുവെന്ന് മാത്രമല്ല, നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്നു. നല്ല രീതിയിൽ പഠിച്ചെത്തുന്ന വിദ്യാർത്ഥികൾക്കും ഒരു വെല്ലുവിളിയാണ്. അടിയന്തരമായി നമ്മൾ ഇടപെട്ട് ഇത്തരം സ്ഥാപനങ്ങൾ നിർത്തലാക്കിയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് 4 വർഷം ഈ കുട്ടികൾ ഇവിടെ ഇരുന്ന് പഠിക്കുകയും അന്യ സംസ്ഥാനമായിട്ട് കർണാടകയിലോ മറ്റോ പോയി പരീക്ഷ എഴുതി അവിടുത്തെ സർട്ടിഫിക്കറ്റ് അവരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഒറിജിനൽ ഏത് വ്യാജൻ ഏതെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാകും. കാരണം ഇവർക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റാണ്. ഇവർ പഠിച്ച രീതി വളഞ്ഞ വഴി. അതുകൊണ്ട് ഇതൊരു സാധാരണ ഒരു ഡിഗ്രി കോഴ്സോ അല്ലെങ്കിൽ പ്രവൃത്തി പരിചയം വേണ്ടാത്ത ഒരു കോഴ്സോ ആണെങ്കിൽ നമുക്കതിൻ്റെ ഗൗരവം ആ രീതിയിൽ എടുത്താൽ മതി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്നെയും നിങ്ങളെയും ഒക്കെ ചികിത്സിക്കേണ്ട ആശുപത്രികളിലെ മെഡിക്കൽ പ്രൊഫഷണലുകളാണ് ഇത്തരത്തിൽ വ്യാജമായി നിർമ്മിക്കപ്പെടുന്നത്. അത് അതീവ ഗൗരവത്തോടുകൂടി പത്രമാധ്യമങ്ങൾ കണക്കിലെടുക്കുകയും ഇതിൽ നിങ്ങളുടേതായ രീതിയിലുള്ള അന്വേഷണം നടത്തുകയും ഇത് പൊതുജനങ്ങളിലേക്ക് ഇതെത്തുന്ന രീതിയിലുള്ള പ്രചരണം നൽകി ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടവിധ സപ്പോർട്ട് നൽകണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടേതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായത്. പക്ഷേ അത് മാത്രമല്ല, ഉത്തരേന്ത്യൻ യൂണിവേഴ്സിറ്റിയുടെ ലിംഗായസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ ബിവോക്ക് എന്ന പേരിലും ചില കോഴ്സുകൾ നടത്തി വരുന്നുണ്ട്. എറണാകുളം കേന്ദ്രീകരിച്ച്, എറണാകുളം മാത്രമല്ല പല സ്ഥലങ്ങളിലും. ഞങ്ങളുടെ അന്വേഷണത്തിൽ കിട്ടിയ തെളിവുകളാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് വളരെ നിസ്സാരമായിട്ട് 20-22 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയാണ് കറക്റ്റായിട്ട് ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയതാണ് നമ്മൾ വെച്ചേക്കുന്നത്. പക്ഷേ ഞാൻ ഇന്നിങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അല്ലാതെ നമ്മളൊന്ന് ഇൻ്റർനെറ്റിലൊന്ന് പരതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് അറിയാം. ഇതിനകത്ത് ചില കോളേജുകളിൽ വിളിക്കുമ്പോൾ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന കോളേജുകൾ തന്നെ പറയുന്നത് അവർക്കിവിടെ 2 ബാച്ച് ഉണ്ടെന്നുള്ള രീതിയിലാണ്. കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് അവർ കൊടുക്കുന്നുണ്ട്. 50 സീറ്റോ 60 സീറ്റോ ആണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം അന്യ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിരുന്ന് പഠിക്കുന്നു. ഇത് ഗുരുതര വീഴ്ചയാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും കോളേജുകളിൽ നടത്തുന്നുണ്ടെങ്കിൽ ആ കോളേജിൻ്റെ അഫിലിയേഷൻ വരെ നഷ്ടപ്പെടാൻ തക്കതായിട്ടുള്ള ക്രമക്കേടാണ് നടക്കുന്നത്. അത് പക്ഷേ നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. അതിനിവിടെ നമുക്ക് സംവിധാനങ്ങളുണ്ട്. അവരത് അന്വേഷിച്ചതിൻ്റെ ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെ അന്വേഷണത്തിൽ അത് തെളിഞ്ഞു എന്നുള്ളത് വ്യക്തമാണ്. പരാതികൾ നമ്മൾ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നൽകിയ പരാതിയുടെ ഒരു സ്റ്റാറ്റസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓൺലൈൻ പോർട്ടലിൽ തന്നെ നമുക്ക് കാണാം. അതൊരു
ആൾക്കവർ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് എൻക്വയറി CM പോർട്ടലിലും എല്ലായിടത്തും നൽകിയിട്ടുണ്ട്. പക്ഷെ നടപടിയിലേക്കായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരലൽ നടക്കുന്നുണ്ടായിരിക്കാം. പിന്നെ നമുക്ക് ഇമെയിലായിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഒഫീഷ്യൽസിനെല്ലാം അയച്ചേക്കുന്നത്. പിന്നെ ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ സുമോജ് മാത്യു, അദ്ദേഹം രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറിനെ നേരിട്ട് കണ്ടിത് ബോധിപ്പിക്കാൻ വേണ്ടി ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മളിതെല്ലാം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇത് ശ്രദ്ധയിൽപ്പെടുത്തി ഇതൊരു നിയമമായി വരുമ്പോഴത്തേക്ക് നമ്മുടെ കുറേ മലയാളി കുട്ടികളുടെ ഭാവി അവതാളത്തിലാകും. കാരണം ഇപ്പോൾ ഞങ്ങളുടെ അറിവിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അവരുടെ സീറ്റ് ഫില്ലാണെന്നാണ്. 40 സീറ്റ് ജനറൽ നഴ്സിംഗിൻ്റെ ഫില്ലായി പോയി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ കോളേജുകളുടെ അഡ്മിഷൻ പ്രൊസീജിയർ തുടങ്ങിയിട്ട് പോലുമില്ല. അപ്പോൾ അത് നമ്മൾ ഗൗരവമായിട്ട് കാണുന്നുണ്ട്. സാറേ, അത് അംഗീകാരം കിട്ടും. കാരണം ഇവിടെ പഠിക്കുന്നെങ്കിലും അവർ പോയി പരീക്ഷ എഴുതുന്നതും അവർ എൻറോൾ ചെയ്തിരിക്കുന്നതും അവിടുത്തെ യൂണിവേഴ്സിറ്റി റെഗുലർ സ്റ്റുഡൻ്റായിട്ടാണ്. അന്യസംസ്ഥാനത്ത് പേപ്പർ കോളേജുകൾ നിരവധിയുണ്ട്. നേഴ്സിംഗ് കൗൺസിൽ നോക്കുമ്പോൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണ് ഈ സ്റ്റുഡൻറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ കൗൺസിൽ നോക്കുമ്പോൾ ആ കുട്ടി ബാംഗ്ലൂരിലുണ്ടോ കേരളത്തിൽ ഇതുപോലെ ഏതെങ്കിലും സെൻറ്ററിലിരുന്നാണോ പഠിക്കുന്നതെന്നുള്ളത് താഴെ തട്ടിലേക്ക് നടത്തേണ്ട എൻക്വയറിയാണ്. അത് ഒരിക്കലും ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിന് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത് സാറ് പറഞ്ഞ പോലെ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും ഇതിൻ്റെ തലങ്ങൾ നമ്മൾ അന്വേഷിച്ച് പോകേണ്ടതായിട്ട്. കാരണം ബയോമെട്രിക് സംവിധാനം ഉൾപ്പെടെ നടപ്പാക്കണമെന്ന് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഉള്ളതാണ്. അപ്പോൾ ആ സംവിധാനം പോലും അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രാക്ടിക്കലിനുള്ള സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞാണ് കുട്ടികളെ ഈ ആകർഷിക്കുന്നത്. പക്ഷേ ഇതിന് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ 12ാം ക്ലാസ് കഴിഞ്ഞ് ജസ്റ്റ് പഠിക്കാൻ കയറുന്ന കുട്ടിക്ക് ഇങ്ങനത്തെ ക്ലാസ് റൂമിൽ ഇരുന്ന് ഇപ്പോൾ ശരിക്കും ഒരു നഴ്സിംഗ് കോളേജ് അല്ലെ പാരാമെഡിക്കൽ കോളേജിൻ്റെ ലാബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും സിമുലേഷനും വ്യക്തമായിട്ടുള്ള ഡെമ്മി ബോഡികളുള്ള പരിശോധനകളും എല്ലാം നടത്തി ഫൗണ്ടേഷൻ ലാബും ഒക്കെ ചെയ്തിട്ടാണ് ഇവരെ ഹോസ്പിറ്റൽ ട്രെയിനിങ്ങിന് വിടുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അതിൻ്റേതായ ഒരു ധാരണ കാണും. ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏതെങ്കിലും ഒരു നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു എല്ലാ ജംഗ്ഷനിലും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നോക്കി എല്ലാ ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്ത് ഒരു പാരാമെഡിക്കൽ കോളേജുണ്ട്. അവിടെ അവർ ആ ഇരുത്തി പഠിപ്പിക്കുന്നു. നേരെ ഹോസ്പിറ്റലിലേക്ക് ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. പക്ഷേ കൊടുക്കുമ്പോൾ പോലും സംഭവിക്കുന്ന ഒരിക്കലും ഇവർക്കൊരു സ്കിൽഡ് ജോലി ഇങ്ങനത്തെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ല. പറയുമ്പം ഹോസ്പിറ്റൽ ട്രെയിനിങ് ആണെങ്കിലും അവിടെ ചെയ്യുന്നവർ പേഷ്യൻ്റ് മൂവ്മെൻറ്റും അല്ലെങ്കിൽ ബാക്കിയുള്ള സപ്പോർട്ടിങ് ജോലികളാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പെർഫ്യൂഷൻ ടെക്നോളജി അല്ലെങ്കിൽ നേഴ്സിങ്ങും ഇതൊക്കെയെന്ന് വെച്ചാൽ വളരെയധികം സ്കില്ല് വേണ്ടതാണ്. ഒരു ഹാർട്ട് ലങ് മെഷീനൊക്കെ ഓപ്പറേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അത് ചെയ്യാൻ ഡോക്ടറുടെ കൂടെ നിന്ന് പ്രവർത്തിക്കേണ്ട കോഴ്സുകളാണ്. കുട്ടികളൊക്കെ ഇത്തരം പഠിക്കുന്ന കുട്ടികളൊക്കെ ഇത് കണ്ടിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. നാളെ ഇവരൊക്കെയാണ് ഹോസ്പിറ്റലുകളിലേക്ക് കയറി ചെല്ലുന്നത്. അന്യസംസ്ഥാനങ്ങളിലും അംഗീകാരമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കോളേജ് കൊണ്ടുണ്ട്. ഞാൻ പറയുന്നത് ഇത് അംഗീകാരമുള്ള കോളേജിൻ്റെ അംഗീകാരമുള്ള കോഴ്സുകളിലെ വിദ്യാർത്ഥികൾ എങ്ങനെ പഠിക്കുന്നു എന്നതാണ് നമ്മുടെ വിഷയം. അവർ കേരളത്തിലിരുന്ന് പഠിക്കുന്നു. അപ്പോൾ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ട്രെയിനിങ്ങും അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അവരുടെ പേരൻറ്റ് ഹോസ്പിറ്റലിൽ തന്നെ ട്രെയിനിങ് നേടണം എന്നുള്ള നിബന്ധന വെച്ചിട്ടുണ്ട്. അതിനൊരു ഇത്ര കിലോമീറ്റർ ചുറ്റളവിലായിരിക്കണം എന്നുള്ള നിബന്ധനകളുണ്ട്. ഈ നിബന്ധനകളൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫുൾ ആൻഡ് ഫുൾ പ്ലാൻഡ് വ്യാജമായിട്ടുള്ള ഒരു പ്രോസസ്സ്, ഒരു പാരലൽ കോളേജ് അത് ഹെൽത്ത് കെയറിൽ നടത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് സംസ്ഥാനങ്ങളുടെ ഉൾപ്പെടെ യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകളാണ് ഇത്തരത്തിൽ കേരളത്തിൽ പഠിപ്പിക്കുന്നത്. അതായത് യൂണിവേഴ്സിറ്റിയുടെ സെൻറ്റർ മറ്റൊരു സ്ഥലത്താണ് എങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് ട്യൂഷൻ സെൻറ്ററുകൾ പോലെ ഇവ പ്രവർത്തിക്കുകയാണ്. പ്രാക്ടിക്കൽ ഉൾപ്പെടെയുള്ള പഠനവിധേയമാക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള ട്യൂഷൻ സെൻറ്ററുകളിൽ ലഭിക്കുന്നില്ല എന്നാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ഈ കോഴ്സിലൂടെ കൃത്യമായി പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നില്ല. അത്തരത്തിൽ നഴ്സുമാർ ആകുന്ന വിദ്യാർത്ഥികളാണ് നമ്മുടെ ഹോസ്പിറ്റലുകളിലും മറ്റും ജോലി ചെയ്യുന്നത്. ഇതുമൂലം ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളും അതുകൂടാതെ ഈ ശസ്ത്രക്രിയാ പിഴവ് പോലുള്ള സംഭവങ്ങളെല്ലാം തന്നെ നിരന്തരം വാർത്തയാകുന്നതെല്ലാം തന്നെയാണ്. ഇത് ആരോഗ്യ മേഖലയെ തന്നെ തകിടം മറിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ചെക്ക് എന്ന സംഘടന വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.